എറണാകുളം പുതുവൈപ്പിനിൽ IOCക്കെതിരെ 2017 സമരം ചെയ്തവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. ഗുരുതരമല്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് 100ഓളം പേർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നത്. പ്രായമായ അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും കോടതിയും സ്റ്റേഷനും കയറിയിറങ്ങുന്നത്. ജീവിതകാലം മുഴുവൻ കേസിന് പിന്നാലെ പോകണമോ എന്നാണ് ഈ മനുഷ്യർ ചോദിക്കുന്നത്. IOCക്കെതിരായ സമരം പുതുവൈപ്പിനിൽ ആളിക്കത്തിയത്. എന്നാൽ പിന്നീട് പദ്ധതി നിലവിൽ വരികയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം സമരം ചെയ്ത പുതുവൈപ്പിൻ ജനത ഇപ്പോഴും കോടതിയും പോലീസ് സ്റ്റേഷനുകളും കയറിയിറങ്ങുകയാണ്. ഞങ്ങൾ ഏതാണ്ട് സമരം മുഴുവൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അടി ഇടിയൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി ജയിലിൽ പോകണോ അല്ലെങ്കിൽ ഇനി സ്റ്റേഷനിൽ പോകണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പ്രദേശത്തെ 100 കണക്കിന് ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ ഭൂരിഭാഗവും പ്രായമായവരും സ്ത്രീകളുമാണ്. ഓരോ ദിവസത്തെ ജോലിയും കളഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസെന്ന് പറഞ്ഞ് നടക്കുന്നത്. മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾ, പ്രായമുള്ള അമ്മമാർ, അവർക്ക് ഒന്നും ഇനി കേസിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കേസിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി കിട്ടണം. ഓരോ വീട്ടിലെ 3-4 പേർക്കെതിരെയാണ് കേസുകളുള്ളത്. ഓരോ തവണയും കേസ് മാറ്റിവെക്കുന്നതിനാൽ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇവിടെ അച്ഛനുണ്ട്, മോനുണ്ട്, എനിക്കുണ്ട്. ഇത് നിങ്ങൾ വേലയും കളഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കണ്ടേ? നമ്മൾ കൂലിവേലെടുത്ത് ജീവിക്കണ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറകെ ഈ ഒന്നിക്കൊന്നരാടം കേസും പറഞ്ഞു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത 199 കേസിൽ ഏതാണ്ട് 157ഓളം കേസുകൾ പിൻവലിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തുകാർക്ക് കിട്ടേണ്ട നീതി പുതുവൈപ്പുകാർക്ക് കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. തങ്ങൾക്കെതിരായ കേസ് ഇനിയെങ്കിലും പിൻവലിക്കണമെന്നാണ് പുതുവൈപ്പിൻ ജനതയുടെ ആവശ്യം. IOC പ്ലാനിനെതിരെ പ്രതിഷേധിച്ച മനുഷ്യർ ഇപ്പോഴും കേസിന് പിന്നാലെ ഓടുകയാണ്. ഇതിൽ നിന്നും ഇവർക്കൊരു മോചനമാണ് ആവശ്യം. സിസ് ബൈജുവിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.